നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി സുമേഷ് കുമാർ. അവിട്ടം നക്ഷത്രം, 29 വയസ്സ്, 5'5" ഹൈറ്റ്, 68 kg വെയിറ്റ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് സബ്ജക്റ്റ്. പ്രിൻസിപ്പൽ എഞ്ചിനീയർ ആയിട്ട് ഒരു US ബേസ്ഡ് ബയോഫാർമ കമ്പനിയിൽ, അതായത് US ബേസ്ഡ് MNC ബാംഗ്ലൂരിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. 11 to 12 lakh സാലറി കാട്ടിയിട്ടുണ്ട്. അച്ഛൻ ഉത്തമൻ, അമ്മ സീതാലക്ഷ്മി, സഹോദരങ്ങളില്ല. പാരൻസ് ജയ്പൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവരുടെ നാട്ടിൽ തറവാട് ഒറ്റപ്പാലമാണ് കാട്ടിയിരിക്കുന്നത്. ജയ്പൂരാണ് ഇവർ, അച്ഛനമ്മയൊക്കെ ജയ്പൂര്. മകൻ എനിക്ക് തോന്നുന്നു വർക്ക് ഫ്രം ഹോമും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതായത് ബാംഗ്ലൂരും ജയ്പൂരൊക്കെ ആയിട്ടായിരിക്കാം, കാരണം റിമോട്ട് ജോബാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നല്ല ഒരു കേസായിട്ടാണ് മനസ്സിലായത്. താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക്, അതായത് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 2-3 കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കല്യാണപ്രായമെത്തിയ കുട്ടി വീട്ടിൽ ഉണ്ടാവുന്ന സമയത്ത് രക്ഷിതാക്കൾ വളരെയധികം വറീഡാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ വറീഡാണ്. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെ രജിസ്റ്റർ ചെയ്യണം, ജ്യോത്സ്യം എന്തൊക്കെയാണ്, ആസ്ട്രോളജി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വറീഡാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി എൻ്റെ ഒരു പരിമിതമായ പരിചയം വെച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത്, മകളുമായിട്ട് അല്ലെങ്കിൽ മകനുമായിട്ട്, കല്യാണപ്രായം എത്തിയ കുട്ടിയുമായിട്ട് നന്നായിട്ട് അച്ഛനമ്മമാർ സംസാരിക്കുക. എന്താണ് ഈ നന്നായിട്ട് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് പല അഭിപ്രായങ്ങളും കല്യാണത്തിനെ പറ്റി പറയാനുണ്ടാകും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ചോദിക്കണം, എന്തൊക്കെയാണ് താല്പര്യങ്ങൾ. ഇപ്പോൾ ബാംഗ്ലൂർ ലൊക്കേഷൻ മതിയെങ്കിൽ ബാംഗ്ലൂർ, തിരുവനന്തപുരം മതിയെങ്കിൽ തിരുവനന്തപുരം, എറണാകുളം മതിയെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ ഫോറിൻ കൺട്രി വെച്ചാൽ ഫോറിൻ കൺട്രി. ക്വാളിഫിക്കേഷൻ, ഏത് ലെവൽ വരെയുള്ള ക്വാളിഫിക്കേഷൻ നോക്കണം. അതിനുശേഷം ജോലി കാര്യങ്ങൾ, സാലറി കാര്യങ്ങൾ. ചിലപ്പോൾ ഈ നോക്കുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്കൊക്കെ സാലറി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അതിനെ മാച്ച് ചെയ്യുന്നതൊക്കെ നോക്കുന്നുണ്ടാകാം. അപ്പോൾ കൃത്യമായിട്ട് അച്ഛനമ്മമാർ നന്നായിട്ട് സംസാരിക്കണം. ഇത് എന്തൊക്കെയാണ് ആ കുട്ടിയുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത്. അതിനുശേഷം നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ, ജോലി, ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്, എത്ര രൂപ സാലറി ഉണ്ട്, ഏതാണ് ലൊക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് എഴുതി ഉണ്ടാക്കണം. ജാതകത്തിനെ പറ്റി കഴിയുന്നതും കുറച്ച് എഴുതാൻ ശ്രമിക്കുക. ഒരു നാളിൻ്റെ കാര്യം, ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ബർത്ത് പ്ലേസും കൊടുക്കണം മസ്റ്റായിട്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നോക്കേണ്ടവർക്ക് നോക്കാൻ പറ്റും. ആ വിവരമാണ് വേണ്ടത്. മറ്റുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. അതായത് ഇത്ര ദോഷമുണ്ട്, അത്ര ദോഷമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അവർ ആർക്കാണോ താല്പര്യം വെച്ചാൽ അവർ ജ്യോത്സ്യനെ കൊണ്ട് നോക്കട്ടെ. അത് നല്ല രീതിയിൽ തന്നെ നോക്കുകയും വേണം. അപ്പോൾ കൃത്യമായിട്ട് പ്രൊഫൈലിൽ ഇതെല്ലാം എഴുതണം. ജോലി, ശമ്പളം, ലൊക്കേഷൻ, ഹൈറ്റ്, വെയിറ്റ്, സഹോദരങ്ങൾ, അച്ഛൻ അമ്മ എന്തായിരുന്നു, തറവാട് വീട് എവിടെ, ഈ വക കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് എഴുതുക. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക, എന്തെങ്കിലും കുറവുകളുണ്ടോ. അതായത് നിങ്ങൾക്ക് ഇത്രയും ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നോ ആൺകുട്ടിയുടെ കയ്യിൽ നിന്നോ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ആദ്യം നിങ്ങൾ
തീരുമാനിക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഓക്കെ ആവും. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി നല്ല വൃത്തിയായിട്ട് എഴുതി ഉണ്ടാക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയിട്ട് ഒരു പേരും ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി വേറൊന്നും അങ്ങോട്ട് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവരുന്ന പരിപാടി പാടില്ല. നല്ല ഒരു ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ വേണം പ്രൊഫൈൽ ഉണ്ടാക്കാൻ. അതിനുശേഷം നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ, വെളുത്തങ്കാവ് എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ, നാഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല ദൈവിക സാന്നിധ്യങ്ങൾ നിങ്ങളുടെ തറവാട്ടിലുണ്ടെങ്കിൽ വിശ്വാസികളാണെങ്കിൽ മാത്രം ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നല്ല ഒരു മാട്രിമോണി സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണി സൈറ്റ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും 1-2 ആളെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്ന മാട്രിമോണി സൈറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാം. പക്ഷേ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ കൃത്യമായിട്ട് ചോദിക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പലർക്കും പല റേറ്റുകളാണ്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് പലരുടെ റേറ്റുകളൊക്കെ. അപ്പോൾ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. കാരണം കല്യാണത്തിൻ്റെ മുന്നേ അല്ലെങ്കിൽ കല്യാണം ശരിയാകുമ്പോൾ ഈ വക വഴക്കുകൾ ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞ് ഒരു വഴക്കുണ്ടാവരുത്. ഇനി രജിസ്ട്രേഷന് ശേഷം തീർച്ചയായിട്ടും ആ മാട്രിമോണി സൈറ്റുകാർ നിങ്ങൾക്ക് പ്രൊഫൈലുകൾ അയച്ചു തരുന്നതായിരിക്കും. ഈ പ്രൊഫൈലുകൾ അയച്ചു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഫോട്ടോ, ഹോറോസ്കോപ്പ്, ഈ വക കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചെടുക്കുക. വാങ്ങിച്ചെടുത്തിട്ട് നിങ്ങൾ മകളാണോ മകനാണോ ആർക്കാച്ചാൽ അത് കാട്ടിക്കൊടുക്കുക. അത് കാട്ടിക്കൊടുത്ത് കഴിഞ്ഞ് അവരുടെ അഭിപ്രായം കൂടെ ചോദിക്കുക. ചിലപ്പോൾ ആ കുട്ടികൾ പറയും ഇത് വേണ്ട, ഇത് നോക്കണ്ട. അപ്പോൾ പിന്നെ നിങ്ങൾ ഫർദർ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ഒന്നും നോക്കാൻ പോകണ്ട. മക്കൾ പറയാണ് അത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് വെച്ച് മുന്നോട്ട് പോവുക. അപ്പുറത്തുള്ള അല്ലെങ്കിൽ ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ അച്ഛനമ്മമാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് കുട്ടികളൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറയുക. കാരണം ചിലർക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഭയങ്കര തിരക്കായിരിക്കും. ചിലപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരായിരിക്കാം, ചിലപ്പോൾ ആൺകുട്ടിയുടെ വീട്ടുകാരായിരിക്കാം. ഈ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു തിരക്കുണ്ടാവരുത്. സാവകാശം സമയമെടുത്ത് ഒരു 3, 4, 5, 8, 10 എത്ര ദിവസമായാലും കുഴപ്പമില്ല, കുട്ടികൾ തമ്മിൽ നന്നായിട്ട് സംസാരിച്ച് അവരൊരു കംഫർട്ട് സോണിൽ എത്തുമ്പോൾ മാത്രമേ പെണ്ണ് കാണാൻ ചടങ്ങിനൊക്കെ പോകാവൂ. അല്ലാതെ പെണ്ണ് കാണാൻ ചടങ്ങ് പോലും വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ കുട്ടി പുറത്ത് വെച്ച് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പല തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം, അത് നിങ്ങളെല്ലാവരും കേൾക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിട്ടുള്ള അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ സർവീസിലിരിക്കുന്ന അച്ഛനമ്മമാർക്ക് ദമ്പതികളായിട്ടുള്ള മക്കൾക്ക് പുതിയ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഒരു സമാധാനപരമായിട്ടുള്ള ലൈഫാണ് മൊത്തത്തിൽ കാണുന്നത്. മറ്റേതെല്ലാറ്റിനും ടെൻഷനാണ്. അത് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല, ഇങ്ങനെയായി പിന്നെ ഡിവേഴ്സിലേക്ക് പോകുന്നു. ഈ ഡിവേഴ്സിലേക്കൊക്കെ പോകുന്ന കേസുകളുടെ വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. നിസ്സാര കാര്യം, വളരെ വളരെ നിസ്സാര കാര്യത്തിലാണ് ഡിവേഴ്സിലേക്ക് പോകുന്നത്. കഴിയുന്നതും ഒഴിവാക്കണം, കഴിയാവുന്നത്ര ഒഴിവാക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി അച്ഛനമ്മമാരും മക്കളും ഒക്കെ ഒന്ന് കാര്യമായിട്ട് രംഗത്തിറങ്ങി ഇതൊരു മംഗളകർമ്മമാണ് എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ അത് ഭംഗിയായിട്ട് തന്നെ നടത്തി കൊടുക്കണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മംഗളമായിട്ട് തന്നെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.